ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഗ്യാസ് സ്റ്റൗ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗ്യാസ് സ്റ്റൗ ചിലപ്പോൾ ലോ ആയി കത്താറുണ്ട്. അതിന് പെട്ടെന്ന് നമുക്ക് എന്ത് പരിഹാരം ചെയ്യാൻ കഴിയും എന്നതാണ് ഇന്നത്തെ വീഡിയോയിലായി കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി നാം ചെയ്യേണ്ടത് സിലിണ്ടറിലുള്ള റെഗുലേറ്റർ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിനു ശേഷം ഈ ട്യൂബ് അഴിച്ചു മാറ്റുക. എന്നിട്ട് സ്റ്റൗവിൻ്റെ പുറകുവശത്തേക്ക് മറിച്ച് വെക്കുക. ഇങ്ങനെ മറിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് കാണുന്ന 2 സ്ക്രൂകൾ അഴിച്ചെടുക്കുക. ഈ ഭാഗത്തും അതുപോലെ ബർണറിലുള്ള സ്ക്രൂവും അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തതിന് ശേഷം ഈ ഭാഗത്ത് വരുന്ന ത്രെഡ് കൊടുത്ത എന്നിട്ട് അതും അഴിച്ചു മാറ്റുക. അഴിച്ചു മാറ്റിയതിന് ശേഷം ഈ ട്യൂബ് ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യുക എന്നതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. ഈ കാണുന്ന ഈ നട്ട് ഇവിടുന്ന് ഒരു സ്പാനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്ലെയർ ഉപയോഗിച്ചോ അഴിച്ചു മാറ്റിയാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ നട്ട് അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു സൂചി അല്ലെങ്കിൽ ചെറിയ പിന്ന് ഉപയോഗിച്ച് നമ്മൾ ഈ കാണുന്ന നട്ടിൻ്റെ ദ്വാരം ഇതുപോലത്തെ ഈ ദ്വാരത്തിൽ അത് ക്ലീനാക്കുക എന്നതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. കാരണം അവിടെ കരട് വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് പെട്ടെന്ന് എത്തില്ല. അതുകൊണ്ടാണ് ഗ്യാസ് ലോ ആയിക്കൊണ്ട് സ്റ്റൗ കത്തുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ കൊട്ടി ശേഷം നമ്മൾ നേരത്തെ അഴിച്ചെടുത്തതുപോലെ തന്നെ അതിലേക്ക് തന്നെ അത് കണക്റ്റ് ചെയ്യുക. ആ പൈപ്പിലേക്ക് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അഴിച്ചെടുത്തതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ അടിഭാഗത്തായി അത് വീണ്ടും അതുപോലെ തന്നെ ഉറപ്പിക്കുക. ഈ ത്രെഡ് ഇവിടെയുള്ള ത്രെഡ് മുറുക്കി കൊടുത്ത് നല്ലപോലെ മുറുക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഫിറ്റ് ചെയ്യുക. 2 ഭാഗത്തുള്ള സ്ക്രൂവും നമ്മൾ മുറുക്കിയതിന് ശേഷം നമുക്ക് ഇനി അടുപ്പ് വർക്ക് ചെയ്ത് നോക്കാം. പഴയതുപോലെയാണോ ലോ ആയാണോ കത്തുന്നത്, അതോ നമ്മൾ അഴിച്ച് അത് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല പവറിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. ഈ ട്യൂബ് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സിലിണ്ടറിൽ നിന്നുള്ള റെഗുലേറ്റർ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ലോ രൂപത്തിൽ കത്തിയിരുന്ന സ്റ്റൗ ഇപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. വേണ്ട നല്ല പവർ തന്നെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അത് ക്ലീൻ ചെയ്തതോടുകൂടെ നല്ല പവറിൽ സ്റ്റൗ വർക്ക് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ബൈ.